സ്വതക്ക, സക്കാത്ത്, ഹദിയ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വതക്ക, സക്കാത്ത്, ഹദിയ ഇത് മൂന്നാണ്. സ്വതക്ക എന്ന് പറയുന്നതും സക്കാത്ത് എന്ന് പറയുന്നതും ഹദിയ എന്ന് പറയുന്നതും ഒരുമിച്ച് നമുക്ക് ഞാനൊരാൾക്ക് പൈസ കൊടുത്തിട്ട് ഇത് സ്വതക്കയാണ്, സക്കാത്താണ്, ഹദിയാണ് എല്ലാം കൂടെ ഒരുമിച്ചാണെന്ന് പറയാൻ പറ്റില്ല. സക്കാത്ത് എന്നത് നമ്മൾ നമ്മുടെ വാർഷിക കണക്ക് നോക്കിയിട്ട് ഒരു വർഷം നമ്മുടെ കയ്യിലിരിക്കുന്ന തുക അതിൻ്റെ കണക്ക് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സ്വതക്ക എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ സഹായിക്കുകയാണ്, സ്വതക്ക ചെയ്യുന്നതാണ്. ഒരാൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രയാസങ്ങളുണ്ട്, ഒരാളുടെ കടം തീർക്കാൻ, ഒരാളുടെ ബുദ്ധിമുട്ട് മാറാൻ, ഒരാളെ ചികിത്സയ്ക്ക്, അങ്ങനെയൊക്കെ അയാളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് സ്വതക്ക. ഹദിയ എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ഇഷ്ടം കൊണ്ട് കൊടുക്കുന്ന ഹദിയാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹദിയ കൊടുത്തിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോലും പറയരുത് എന്ന്, അതിനേക്കാൾ മുകളിലാണ് ഹദിയയുടെ കൂലി എന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു 50 രൂപ കൊടുക്കുന്നു, അത് നമ്മൾ ഹദിയായിട്ട് കൊടുക്കും. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കൊടുക്കുന്നതാണ്, ഒരു സന്തോഷത്തിന് വേണ്ടി പോകാൻ നേരത്തെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഹദിയയുടെ കൂലി തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടായിപ്പോയി, അതൊരു കൂലിക്കായി പോവാണ്. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യാൻ പറയാം, കാരണം സുഖമില്ല, ഇത് പൈസ നിങ്ങൾ സ്വതക്കയായിട്ടിരിക്കട്ടെ, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതോടെ പ്രശ്നം വരുന്നില്ല. അയാളെ സഹായിച്ചിട്ട് ആ സ്വതക്കയ്ക്ക് പകരം ദുആ ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ ബാധ്യത കൂടിയാവുകയാണ്. എൻ്റെ പ്രതിസന്ധി മാറ്റിത്തന്ന, എൻ്റെ പ്രയാസം മാറ്റിത്തന്ന ഒരാളാണല്ലോ എന്ന് കരുതി ദുആ ചെയ്യുക ഒരു ബാധ്യതയാണ്. ഹദിയ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അയാൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് റമദാനൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് തരുന്നൊരു പൈസയാണ്. അതിന് അദ്ദേഹം ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ല, പക്ഷേ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം എന്നെ സന്തോഷിപ്പിച്ചതിന് പകരം. അപ്പോൾ അതാണ് ഈ മൂന്നെണ്ണം. സക്കാത്ത് എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്തിനെ നാം കണക്കാക്കി നോക്കിയിട്ട് വർഷത്തിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കുക എന്നതാണ്. സ്വതക്ക എന്ന് പറയുന്നത് രോഗികളായ, കടം കൊണ്ട് വലയുന്ന പാവങ്ങളായ സാധുക്കൾക്ക് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഹദിയ എന്ന് പറയുന്നത് ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്മാനമാണത്. അവിടെ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊരു നിബന്ധന പോലും, ഒരു ഖൈദ് പോലും അവിടെ വയ്ക്കാൻ പാടുള്ളതുമല്ല.